ലീല ടിപ്സ് ആൻഡ് വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഞായറാഴ്ചയൊക്കെ ആയിട്ട് പറമ്പിൽ വന്നേക്കും, എന്തൊക്കെയോ പണിയുണ്ടല്ലേ അമ്മേ? കുറച്ച് പണിയും കൂടെ ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കൊണ്ടുവന്ന വേപ്പൻ പിണ്ണാക്ക് എല്ലുപൊടിയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം വാരി ഇട്ടായിരുന്നു. അപ്പം ഇപ്പം വെയിലായതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കണം. അത് ചെടിയോ? മഴയില്ലല്ലോ, അതുകൊണ്ട് അതൊന്ന് നനച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പറമ്പിൽ വന്നതാണ്. ഉണ്ടോ ഈ വെല്ലിച്ചെടി നിന്നതെല്ലാം നമ്മുടെ ഇപ്പുറത്തെ പറമ്പിലേ വെല്ലിച്ചെടിയെല്ലാം കവാതെടുത്ത് നല്ല ക്ലീൻ ആക്കി ഇട്ടത് കണ്ടോ. ഇത് എന്നാത്തിനാ ഇത് വെട്ടിക്കളയുന്നേ? ഏത് ഈ മരം, ഈ സാധനം? അതോ, കൊള്ളുമില്ലാത്തതെല്ലാം വെട്ടിക്കളയും. കൊള്ളത്തില്ലാത്ത തട്ടുകളുണ്ടല്ലോ, പുഴു കുത്തിയത്, ഇതെല്ലാം വെട്ടിക്കളയും. ഇതൊക്കെ പുഴു കുത്തിപ്പോയതായിരുന്നു, കണ്ടോ, അകം കണ്ടോ, ഇതെല്ലാം കുത്തിപ്പോയതാ. അതെല്ലാം വെട്ടിക്കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി വെക്കും. ഇനി നല്ല വെയിലായി കഴിയുമ്പോൾ ഈ വെട്ടി വെച്ചിരിക്കുന്ന ചപ്പ് കണ്ടോ, ഇതിനെ ചുറ്റും ഇടും. എന്നിട്ട് നനച്ചു കൊടുക്കും. അപ്പൊ തണുപ്പ് വെള്ളം അവിടെ നിന്നോളൂ. ഇതിപ്പോ നമ്മളെ ഇതിന് നമ്മൾ എല്ലുപൊടി, വേപ്പൻ പിണ്ണാക്ക്, പിന്നെ എക്സല്, മുട്ടത്തോട് പൊടിയുണ്ട്. ഇതെല്ലാം നമ്മളെല്ലാം ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ മഴക്കാലത്ത് അധികം വളങ്ങൾ കൊടുക്കാറില്ല. മഴക്കാലത്ത് ചെടി വെള്ളം വലിച്ചങ്ങ് നിൽക്കത്തുള്ളൂ. വേനൽക്കാലത്താണ് നമ്മൾ ശരിക്കും ചെടിയെ സംരക്ഷിക്കേണ്ടത്. അപ്പം നമ്മൾ ഈ സമയത്ത് വളമെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞേച്ച് നല്ലപോലെ നനച്ച് മണ്ണൊക്കെ ഇട്ട് പൊതയൊക്കെ കൊടുത്ത് നല്ല രീതി നോക്കണം. ഇതിന് മണ്ണിടണമെന്ന് തോന്നുന്നല്ലേ? ഇവിടെ നനയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ? ചെറുതായിട്ട് നനച്ചു വിട്ടാൽ മതി അല്ലേ? അപ്പോഴത്തേനും അത് പിടിക്കുവോ വളത്തേല്? കാര്യമായിട്ട് ഇത് ചെറുതായിട്ട് അലിഞ്ഞേ മണ്ണിൽ ചേർന്നാ മതി. അന്നേരം ഓരോ ദിവസവും ചെറുതായിട്ട്, ഇപ്പൊ ഇനിയിപ്പോ 2-3 ദിവസം കഴിയുമ്പോ ഒന്നുകൂടി ഇതുപോലെ നനച്ചു വിട്ട് ചെറുതായിട്ട്. എന്നതാ നനച്ചു വിട്ടാ പോരെ? ചെറുതായിട്ട് നനച്ചു വിട്ടാ മതി. ഓരോ ദിവസമേ 2-3 ദിവസം കഴിയുമ്പോ ഒന്നുകൂടി ഇതുപോലെ ചെറുതായിട്ട്. ഇന്നിപ്പോ പെട്ടെന്ന് തീരവില്ലേന്ന് ഓടിച്ച് നനച്ചു വിട്ടാ മതി. ഇവിത്തല കുരുമുളകൊക്കെ മൂത്തെന്ന് തോന്നുന്നല്ലേ? മൂക്കാൻ തുടങ്ങി. ചിലതെല്ലാം ഇപ്പൊ ഉണ്ടായി വരുന്നതും ഉള്ളേ. ഓരോ സമയത്ത് ഇത് ഓരോന്നും കായ്ച്ചതുകൊണ്ടുണ്ടല്ലോ, പല സമയത്ത് ഇനി ഇത് പഴുക്കുള്ളൂ. വെയിലടിക്കുന്നോണ്ട് കാണാൻ നല്ല രസമുണ്ടല്ലേ? കുരുമുളകോ എല്ലാം പറമ്പ്. ആ കൊടിയിലൊക്കെ ചരടായി വരുന്നതേ ഉള്ളൂ മുളകിനുള്ള. ചിലതിലെല്ലാം മൂക്കുകയും ചെയ്തേ. അതുകൊണ്ട് ഇനിയും പറിക്കുമ്പം പാടാ. മൂത്തത് നോക്കി ആദ്യം പറിച്ചെടുക്കണം. അമ്മ ഓസ് വലിച്ചു കൊടുക്കാൻ പോയിട്ടുണ്ട് അച്ഛൻ നനയ്ക്കുന്നോണ്ട്. ഇത് വലിച്ചു തരാനുണ്ട്, എളുപ്പമുണ്ടെന്ന്. ഇതേ ഇങ്ങനെ പെട്ടെന്ന് ഇപ്പൊ നമ്മൾ വിളിച്ചാനെ പെട്ടെന്ന് ഇങ്ങനെ നനച്ച് വിടുന്നോണ്ട് തൊള്ളി നനച്ചാൽ പോരെ, കുറെ നേരം പിടിക്കണ്ടാത്തതുകൊണ്ട് പെട്ടെന്ന് തീരുമെന്ന് തോന്നുന്നു. അങ്ങനെ പോപ്പിക്ക് കൈമാറിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യമൊക്കെ നനച്ച് പഠിച്ചില്ലേ? മാവ നനയ്ക്കുന്നേ. ഏലം ഉണ്ടല്ലേ? അത്ര വരെ വന്നല്ലോ. ബാക്കി ഓസ് ഇനി ജോയിൻ ചെയ്യണം താഴോട്ടുള്ളത്. ഈ ഒരു തൊട്ടി അടിച്ചു കഴിഞ്ഞാച്ചേ ജോയിൻ ചെയ്ത് കുഞ്ഞിയും കൂടെ നല്ലപോലെ ഇത് പഠിച്ചോണം കേട്ടോ. കുഞ്ഞി നല്ല രസമുണ്ടല്ലേ? വെള്ളം അടിക്കാൻ ആരും പഠിപ്പിക്കേണ്ടത്. അതെ. അപ്പം ഇത് നല്ലപോലെ ചെയ്ത് ശീലിക്കുവാണെങ്കിലേ നമുക്ക് കൃഷി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ. നല്ല മനസ്സിനൊരു സമാധാനവും സന്തോഷവും ആദായവും ഒക്കെ കിട്ടുമ്പോൾ ഇതാണ് ചെയ്ത് പഠിക്കേണ്ടത്. എല്ലാ തരം കൃഷികളും ഉണ്ടായിരിക്കണം, കുറേശ്ശെ ആണെങ്കിലും. അപ്പം എങ്ങനെയുണ്ട്? കൊള്ളാം. ഞാനാണ് നനയാതെ നിന്നത്. ഇങ്ങനെ ചെയ്യാവോടാ? കയ്യെ ചെളി പറ്റാതിരിക്കാനുള്ളവന്റെ ഐഡിയ കണ്ടോ? പക്ഷെ കാലേ ചെളി പറ്റി. കുഴപ്പമില്ല, നല്ലപോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താകുന്നുണ്ട്. ചോട്ടിൽ വെള്ളം 2 വഴിക്കൊക്കെ പോകുന്നു. അതാ ഞാനും ആലോചിക്കുന്നു. അങ്ങനല്ല, പിന്നെ ഇച്ചൂടെ അതെങ്ങനെ പിടിക്കുന്നേ?
ഇങ്ങനെ ഒഴിച്ചാൽ മതിയല്ലോ. എന്നിട്ട് ഓക്കെ ആണോ? ജോയിൻ ചെയ്തു. അവിടെ അങ്ങാണ്ട് അടിക്കുന്നുണ്ട്. നമ്മുടെ കാന്താരിച്ചീനി വളർന്ന് അങ്ങ് പൊങ്ങി പോകുന്നുണ്ട്. ഏലത്തിന്റെ മേളിലായി. ചെടിയും പൂവും മാത്രമേ ഉള്ളൂ, കാന്താരി ഒന്നും ഇല്ലല്ലോ. ഇത് പറിച്ചതായിരിക്കും കഴിഞ്ഞ സാധനം. ഇതേ എരമ്പനകത്ത് നിൽക്കുന്നതുകൊണ്ട് ഇത് പൊങ്ങി അങ്ങ് പോകുന്നുണ്ടോ, വള്ളി പോലെ. നമ്മുടെ പണിയൊക്കെ എങ്ങനെയായി? അവരവിടെ നനച്ചോണ്ടിരിക്കും, അച്ഛയും കുഞ്ഞിയും കൂടെ. നമ്മളെ നനച്ച് കുളിപ്പിച്ച് വിട്ടതുകൊണ്ട് നമ്മൾ താഴോട്ട് ഇങ്ങ് ഇറങ്ങി പോകുന്നതാ. പണിയൊക്കെ എന്തായെന്നൊക്കെ ഒന്ന് നോക്കാനായിട്ടേ ഇറങ്ങി വന്നതാ. അപ്പോൾ ഒരെണ്ണം ഇത്രയായല്ലേ? ഇതിന്റെ റൂഫൊക്കെ കോൺക്രീറ്റ് ചെയ്തു. ഇതിന്റെ പണി തീർന്നിട്ട് വേണം അതിന്റെ പണി തുടങ്ങാൻ അല്ലേ? അത് അത്രയാക്കി വെച്ചു, പില്ലറിനുള്ളതൊക്കെ അല്ലേ? ഇപ്പൊ കണ്ടതൊന്നും നമുക്ക് മനസ്സിലാവുമല്ലോ, ഇനി പണിയെല്ലാം തീർന്നിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ അല്ലേ? കൊള്ളാല്ലേ, നല്ല വ്യൂ അല്ലേ ഇവിടെ? ഇവിടുന്ന് നോക്കിയാ നല്ല വ്യൂ. നല്ല തണുപ്പുള്ള സമയത്തൊക്കെ നല്ല രസമായിരിക്കും. കൊടിത്തോട്ടം, ഏലത്തോട്ടം, പ്ലാവും തോട്ടം, എല്ലാ തോട്ടവും കാണാം. താഴത്തെ കുളമുണ്ട്, വില്ലയില് സ്വിമ്മിംഗ് പൂളുണ്ട്. സ്വിമ്മിംഗ് പൂളൊക്കെ പണിയോ അല്ലേ? കൊള്ളാന്ന്. എന്തുവാ നോക്കിക്കൊണ്ടിരിക്കുന്നേ? തെങ്ങ കയറാവോടാ? ഇതല്ലേ തെങ്ങ കയറുവാണെങ്കിൽ കുറെ തേങ്ങ കിടപ്പുണ്ട്, കയറി പറിക്കാവോ? അമ്മ കയറുവാണേ ഞാൻ കയറും. എനിക്കറിയത്തില്ലല്ലോ. എനിക്ക് പിന്നെ അതായിരുന്നല്ലോ പണി. എടാ ഇങ്ങനെയല്ലേ പഠിക്കുന്നത്, നീ കയറി നോക്കി. കൊറേ ഉണ്ടല്ലേ? അത് കണ്ടോ, നാലെണ്ണം ഉണങ്ങി നിപ്പുണ്ട്, വീഴാറായി. ബാക്കി കിടക്കുന്നതെല്ലാം വിളഞ്ഞാന്ന് തോന്നുന്നു. കയറുവാണെങ്കിൽ പറിച്ചുകൊണ്ട് പോകാം. വാഴയൊടിക്കല് അത് മതി, പയറിട്ട് വെക്കാം. സോ ഗൈസ്, ടുഡേ നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത് കുറച്ച് ചിക്കൻ റൈസ് ഉണ്ടാക്കാനും കുറച്ച് ചിക്കൻ കറി വെക്കാനും അല്ലേ? അതെ. അപ്പം എണ്ണ ഒഴിക്കട്ടെ. കുറച്ച് ഓയിലാണേ, സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. നോക്കട്ടെ. മതിയോ? മതി. ഇതെന്തിനാ? ഇത് ചിക്കൻ കറി വെക്കാൻ. അപ്പോൾ റൈസും ചിക്കനും കൂടെ ഒരുമിച്ച് വെക്കുന്നത് കൊണ്ട് ഒത്തിരി വേണ്ടല്ലോ ചിക്കൻ അതിനുള്ളത്. അതുകൊണ്ട് ഞാൻ കുറച്ച് കറി വെക്കാനായിട്ട് മാറ്റി. ഇത് റൈസ് ഉണ്ടാക്കാനും ഇത് കറി വെക്കാനും. എല്ലാത്തിനെയും വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. അതെ. ഇനി ഇതിനകത്തോട്ട് കുറച്ച് മുളക് പൊടിയും കൂടി തരാം. ഇന്നത്തെ റൈസ് പോപ്പിയുടെ വക, ചിക്കൻ കറി ആരുടെ വകയാ? കുഞ്ഞിൻ്റെ വകയാണോ? അമ്മയുടെ വക. ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. അതെ. ഇതിൽ എണ്ണ മാത്രമേ ആയുള്ളൂ, ഇതേലും എണ്ണ. അപ്പൊ നമുക്ക് നോക്കാം ആര് ഫസ്റ്റ് ഉണ്ടാക്കും. രണ്ടിലും എണ്ണ മാത്രമേ ആയിട്ടുള്ളൂ. അതെ, ഫസ്റ്റ് ആരുണ്ടാക്കി കഴിയുമെന്ന് നോക്കാം. അപ്പം നമുക്ക് ഈ സാധനം എല്ലാം അതിലിടണം. ഇതെന്താ? സ്പൈസസ് എല്ലാം കൂടെ, പെരുംജീരകവും ഗ്രാമ്പു, ഈ സ്റ്റാർ ഗ്രാമ്പു, ഇത് സ്റ്റാർ, ഇത് കറുവപ്പട്ട, പിന്നെ ഏലക്ക. അതെല്ലാം കൂടെ ഓയിലിനകത്തോട്ടിടാം. ഒരു തടി കഷ്ണവും. അതാടാ കറുവപ്പട്ട. എണ്ണ ചൂടായില്ലായിരുന്നു തോന്നുന്നു. ശരിയില്ല, സെറ്റായില്ല. ഇനി അതൊന്ന് വഴറ്റിയെടുക്കാല്ലേ? അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും പൊടികളിട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് കൊടുക്കാം. അടി പിടിക്കാതെ ഇളകണല്ലേ? ഇളക്കിക്കോ. ഒറ്റ സാധനം എല്ലാം മൂത്തിട്ടുണ്ട്, ഇനി മസാല ഇടാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഏതാണ്ടൊക്കെയോ പൊടി. എന്നോട് പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് ഇളക്കിക്കോ, അല്ലെങ്കിൽ കരിയും. ഇളക്കുന്നില്ല പോലെ അത് എണ്ണയ്ക്കകത്ത് നല്ലപോലെ ഇളകി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നോക്കാം, അതൊക്കെ വരുന്ന പോലെ ഇരിക്കും. അതെ, തക്കാളി ഇട്ട് നല്ലപോലെ ഇളക്കിക്കോ. അതിനകത്തോട്ട് കുറച്ച് സവോളയും കൂടി ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിക്കണ്ടേ? വേണ്ട, വെള്ളം വേണ്ട. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് അനാവശ്യത്തിനുള്ള ഉപ്പായി. ഇല്ല, അരിയും കൂടെ വേക്കണ്ടല്ലേ അതിനകത്ത്. കുഴപ്പമില്ല. അതിനകത്തോട്ട് നമുക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് ചിക്കൻ വേവാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. റൈസ് ഇടുമ്പോൾ വെള്ളം ഒഴിക്കണം. അത് നല്ലപോലെ ഇളക്കിക്ക്.
അല്ല റൈസിനുമ്പ് വെള്ളം ഒഴിക്കണോ? ഇടുമ്പോ അരി ഇട്ട് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. നമുക്കിതൊന്ന് മൂടി വെച്ച് പകുതി വേവിച്ചെടുക്കാവേ. നല്ലപോലെ അടയ്ക്കുന്നില്ല, അല്ലാതെ അടച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്നിളക്കി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ചേട്ടാച്ചൻ അതെല്ലാം സെറ്റാക്കി കുക്കറി അടച്ചു വെച്ചിട്ടുണ്ട് സെറ്റാവാൻ. അപ്പം ഇനി ഞാൻ ചിക്കൻ കറിയുടെ പരിപാടി നോക്കാം. ആദ്യം കുറച്ച് നമുക്ക് മതി, കുറച്ച് മതി. കടി ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിരിക്കുമായിരുന്നു. അതെ. ഇനി ഇതിട്ടോളാം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പൊട്ടട്ടെ. കടുക് പൊട്ടി കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഒരു തവി ഇട്ട് കൊടുത്തേക്കാം. ഓടണ്ട, പൊട്ടിത്തെറിക്കില്ല. ഞാൻ എണ്ണയ്ക്കകത്തോട്ട് ഇടാത്തതുകൊണ്ടല്ലേ. പൊട്ടി തെറിക്കുമായിരുന്നു. അങ്ങനെ അത് സെറ്റായിട്ടുണ്ട്. ഇനി അതൊന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും പൊടികളെല്ലാം കൂടി ഇട്ട് ചൂടാക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ മസാല അല്ലേ, ബിരിയാണി മസാല ഇടാൻ മറന്നുപോയായിരുന്നേ. കുറച്ച് ഒന്ന് വഴന്നു വന്നപ്പോഴത്തേനും സെറ്റാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തും ഞാൻ ചുമ്മാ തട്ടിയതേ ഉള്ളു. ഇട്ട് കൊടുക്കട്ടെ. അതിട്ടോ, പൊടി ഇട്ടോ. നമ്മുടെ പൊടികള് ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി മറ്റേതിൻ്റെ അകത്തിട്ട് തന്നെ ഇല്ല. എല്ലാം കൂടെ നല്ലപോലെ ഇതും മറ്റേതുപോലെ തന്നെ മസാല ഇടുന്നു, ചിക്കൻ ഇടുന്നു, ഉള്ളി ഇടുന്നു, ഇളക്കി നമ്മൾ വേവിച്ചെടുക്കുന്നു. അത്രയല്ലേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കുന്നുണ്ടല്ലേ? ആ ഒരു ഇതുണ്ട് ഇതിൻ്റെ അകത്ത്. അത് കറിയല്ലേ? അപ്പൊ നമ്മുടെ ഉള്ളിയും സബോളയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടോ. ഉപ്പ് ഞാൻ ഇട്ടാ നിങ്ങൾ കൂട്ടണമെന്നില്ല കറി. അങ്ങനെ അമ്മ തന്നെ ഇട്ടോ. ഉപ്പ് എന്റെ വക. നന്നായിട്ടോ. ഞാനൊന്നും തന്നില്ല. എന്റെ വകയായി. കുറച്ചും കൂടെ വേണം. അതും എന്റെ വക. മതി. അപ്പം ഉപ്പും കൂടെ ആയി സെറ്റ്. ഇനി വെള്ളമാണോ? ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇനി ചിക്കനും കൂടി ഇട്ട് നമുക്ക് വേവിച്ചിട്ട് ലാസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് ഗ്രേവി ആക്കി എടുക്കാം. ഈ ചിക്കൻ വേകുമ്പോഴേ വെള്ളം ഇറങ്ങും. ഇതിന്റെ വെള്ളം ഇറങ്ങിക്കോളും. ഇതുകൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിക്കോ. അപ്പം നമ്മുടെ ചിക്കൻ ഇതെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാല്ലേ. ഇനി അവിടെ നിന്ന് വേവട്ടെ. അടിപൊളി ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്നത്. ബിരിയാണി ഒന്ന് പണിയിപ്പിക്കാൻ നോക്കുക. ബിരിയാണി മാത്രമാണോ? എവിടെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. സ്കൂളടച്ച് അന്ന് തുടങ്ങി കറക്കമല്ലേ. ഡെയിലി കോരിത്തോട്. നമുക്ക് അരിയും കൂടി ഇട്ട് കൊടുക്കാം അതിനകത്ത്. ചിക്കൻ പകുതി വേവായി. സെറ്റ് ആകുമോ? ഇപ്പൊന്ന് പറഞ്ഞാ ഇനി ഇതിന് ഒറ്റ ഒരു ബിസിൽ വരണം. പിന്നെ അതിന്റെ ആവി പോകണം. അങ്ങോട്ടേ ഉള്ളൂ. കുഞ്ഞിയുടെ സലാഡ് റെഡിയാവുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് റെഡിയായിരിക്കും. കുഞ്ഞിയുടെ സലാഡാണോടാ? നമ്മുടെ ബിരിയാണിയൊക്കെ റെഡിയായെന്നാണ് പറഞ്ഞപ്പം സെറ്റായിട്ടുണ്ട് കേട്ടോ. മല്ലിയില ഇല്ലായിരുന്നേ, അതുകൊണ്ടൊരു ഇച്ചിരി കുറവുണ്ട്. ഒരു 50 പൈസയുടെ അല്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, വിളമ്പി റെഡിയാക്കി തരാം കേട്ടോ. ഇതെന്നെ എങ്ങനെ വെക്കുന്നതെന്ന് ചോദിച്ചാലേ, ഇവന്മാർക്ക് ഇങ്ങനെ സാധാരണ ബിരിയാണിക്കകത്ത് ഇടുന്ന മറ്റേ സംഭവങ്ങളെല്ലാം ഇട്ട് വെക്കുന്ന ഇഷ്ടമില്ല. ഇങ്ങനെ വെക്കുന്ന ഇഷ്ടം. അതുകൊണ്ടാ അതുകൊണ്ടാണ് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് വെക്കുന്നത്. അപ്പൊ ഇന്ന് വന്ന് തോട്ടത്തിൽ വന്ന് പണിക്കെല്ലാം സഹകരിച്ച എല്ലാവർക്കും പണിക്കൂലിയായിട്ട് കേട്ടോ. കുഞ്ഞി ഇന്ന് നല്ലപോലെ എൻ്റെ കൂടെ സഹകരിച്ച് പോണത് കേട്ടോ. എനിക്ക് തോന്നിയായിരുന്നു. ഞാനിങ്ങനെ ആലോചിക്കുകയും ചെയ്തേ, എൻ്റെ കൂടെ ഓടി നടന്ന് ഞാൻ നനച്ചോണ്ടിരിക്കുന്ന ആളെല്ലാം അവിടെ അടിക്കുക, ഇങ്ങോട്ട് മാറ്റി അടിക്കുക, അതിനടിക്കുക, ഇതിനടിക്കുന്നെല്ലാം പറഞ്ഞ് നിൽപ്പുണ്ട്. ഇപ്പോഴാണ് മനസ്സിലായതല്ലേ. അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് പോരാൻ നേരം എന്നോട് പറഞ്ഞു, ഞാനേ പെട്ടെന്ന് നോസെല്ലാം വലിച്ചു തന്നോണ്ടിരുന്നതേ, പെട്ടെന്ന് വീട്ടിൽ പോകാൻ. 2 മണിക്കൂർ അല്ല 1 മണിക്കൂറിൽ എടുത്തു 2 പേര് 1 ഏക്കർ.
ഒരേക്കർ. ആ 1 ഏക്കർ നനച്ചു. അങ്ങനെ ഓടി നടന്ന് പണിയെടുക്കണം, മനസ്സിലായോ? അപ്പം ബിരിയാണി കിട്ടും. കഴിച്ചേക്കാം. കഴിച്ചേക്കാം. എങ്ങനെയുണ്ട് പോപ്പി? കൊള്ളാം. കൊള്ളാവോ? ഉണ്ടാക്കിയോണ്ട് പറയുമല്ല അല്ലേ? പകുതി പോപ്പി ഉണ്ടാക്കിയത്. ഞാനടുത്ത് ബാക്കി ഫുള്ള് പോപ്പി ഉണ്ടാക്കുമായിരിക്കും. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ആണോ? പണിയെടുക്കാനുള്ള മോലുണ്ട്. കൊള്ളാല്ലേ? അമ്മ കഴിച്ചോ? ഞാൻ കഴിച്ചില്ല. കഴിച്ചു നോക്കൂ. എങ്ങനെയുണ്ട്? കൊള്ളാത്തില്ലേ? കൊള്ളാം. തെരുവ് കൂടി പോയോന്ന്. കറക്റ്റ് ആയില്ലേ? അപ്പൊ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.